തൃശ്ശൂരിലെ മുൻ എം.പി ആയിരുന്ന പ്രതാപൻ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിലെ എം.പിയായ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ അട്ടിമറി ചൂണ്ടിക്കാട്ടിയാണ് പരാതി. എന്തായാലും പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 45 ദിവസത്തിന് മുൻപ് നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രീതി. പക്ഷെ ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇത് എവിടെന്നാണ് പ്രതാപൻ ചാടി ഇറങ്ങിയിരിക്കുന്നത്? അല്ല, പ്രതാപനിപ്പോ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ്? ഈ തൃശ്ശൂരിലെ വോട്ടിന്റെ എന്താണ് ഈ സത്യാവസ്ഥ എന്നുള്ളത് അറിയാൻ വേണ്ടിയല്ല. മുരളീധരനെ തൃപ്തിപ്പെടുത്തണം, നമ്മുടെ തോറ്റ കെ എ മുരളീധരനെ. കാരണം എല്ലാവരും വിമർശനമുണ്ട്. കാരണം മുരളീധരൻ ആദ്യമായി വരുമ്പോൾ അറിയാലോ, റോഡ് ഷോ വരുമ്പോൾ വേർക്കുകയാണ്. തുടച്ചു കൊടുക്കുന്നു, സ്നേഹിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു. അതെ, അവസാനം മുരളീധരൻ പറയുകയാണ് എന്നെ പരാജയപ്പെടുത്തിയത് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരാണെന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഈ പ്രതാപൻ അവിടെ എല്ലാം പോസ്റ്റർ അടിച്ച് ചുവരെഴുത്തും നടത്തിയിട്ടിരിക്കുകയാണ്. മുരളീധരനും വടകരയിൽ പോസ്റ്റർ എഴുതുകയും ചുവരെഴുത്തും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ മുരളീധരൻ പിന്നെ പോട്ടെ, രക്ഷാപ്രവർത്തകനായിട്ട് ഇങ്ങനെ കേരളം മുഴുവൻ നടക്കുകയാണ്. പ്രതാപൻ പക്ഷേ അതല്ല. അവിടെ പക്ഷെ പ്രതാപൻ നിന്നിരുന്നാലുണ്ടല്ലോ, ഈ UDF തരംഗത്തിൽ പ്രതാപനും ജയിക്കാൻ പോകുന്നില്ല. പ്രതാപൻ ജയിക്കത്തേ ഇല്ല. പ്രതാപൻ 2011 കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ജയിച്ചിട്ടുണ്ട്. 2016 2021 കൊടുങ്ങല്ലൂർ അത് പിന്നീട് LDFന്റെ കയ്യിലേക്ക് പോയി. ഇനിയിപ്പം 2026 തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. തീരദേശ മേഖല ആണ്. അപ്പോൾ ആ അരേ സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ട് TN പ്രതാപൻ്റെ ഉണ്ട്. ഈ ഉത്സാഹമൊന്നും മുരളീധരൻ നിന്നപ്പോൾ വെറുതെ ഒരു ഷോ മാത്രം കാണിച്ചതാണ്. വന്ന സമയത്ത് ഈ മുരളീധരനെ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്നത്. തുടർന്ന് അങ്ങോട്ട് കാണിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പം മുരളീധരൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടില്ലേ, എന്നെ കാലുവാരിയതാണ്, അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ കാലുവാരണം എന്നുള്ളത് ഹൈക്കമാൻഡിൽ ചിലരുടെയൊക്കെ ആവശ്യവുമാണ്. അത് പ്രതാപൻ നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുരളീധരനെ ഒന്ന് തൃപ്തിപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടെന്നുള്ളതാണ്. മുരളീധരൻ ഒരു നിർണായക ശക്തിയായിട്ട് മാറും എന്തായാലും. അത് മുരളീധരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചാലും തോറ്റാലും, ഇനി അതല്ല സീറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും മുരളീധരൻ നിർണായക ഘടകമാകും. ഇപ്പൊ തന്നെ മുരളീധരൻ ചിലരുടെയൊക്കെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഇപ്പൊ ശശി തരൂരിന്റെ വിഷയത്തിൽ തരൂർ BJPയിലേക്ക് അനുഭാവത്തോടു കൂടി നിന്നത് മുരളീധരൻ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞത്, അല്ലാതെ വേറെ. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിലെ മണ്ഡലങ്ങളിലാണ് TN പ്രതാപൻ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ മുരളീധരൻ ആ പ്രദേശങ്ങളിൽ ലക്ഷ്യമിടുമെന്ന ഒരു ഭയപ്പാട് പ്രതാപനിൽ ഉണ്ടോ? മുരളീധരൻ നോട്ട വിട്ടിരിക്കുന്നത് നമ്മുടെ അറിവിൽ ഗുരുവായൂർ മണ്ഡലം ഉണ്ട്. ഇതെല്ലാം തൃശ്ശൂർ ഇതിൽ വരുന്നതാണല്ലോ, തൃശ്ശൂർ ജില്ലയിൽ വരുന്നതാണ്. കൊടുങ്ങല്ലൂർ മണ്ഡലം വന്നിട്ട് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലാണ്. ഗുരുവായൂർ വന്നിട്ട് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പരാതി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് TN പ്രതാപന് തന്നെ മുരളീധരനിൽ നിന്നുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് പ്രതാപൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതാപൻ MP എന്നുള്ള രീതിയിൽ പക്ക പരാജയമായിരുന്നെന്നേ, നിലനിർത്താനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും നിലനിർത്തി 2019, പിന്നെ അത് കഴിഞ്ഞ് 2000 ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് നിലനിർത്തി. അത് എന്തോ ഭൂരിപക്ഷം, ഇതാരെങ്കിലും പ്രതീക്ഷിച്ചു? രാജ്മോഹൻ ഉണ്ണിത്താൻ തോക്കുമെന്ന് ഉറപ്പിച്ചതാണ്. അപ്പോൾ ആ UDF തരംഗവും പിന്നെ കാസർഗോഡ് അദ്ദേഹം അവിടുത്തെ വോട്ടർമാരുമായിട്ടുണ്ടാക്കി. പ്രതാപന് ശക്തിയുള്ള പല പ്രദേശങ്ങളിലും മുരളീധരൻ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? പ്രതാപന് ഈ തീരദേശ മേഖലകളിൽ നിന്ന് നല്ലവണ്ണം വോട്ട് സമാഹരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ കൊടുങ്ങല്ലൂരിൽ നോട്ട വിട്ട് അവിടെ നിൽക്കാനായിട്ട് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അത് തീരദേശ മേഖലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുരളീധരനെ കാലുവാരുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഉണ്ടായിരുന്നത്.
കോൺഗ്രസിനകത്ത് അത് ഇത്തരത്തിലുള്ള കാലുവാരൽ എന്ന് പറയുന്നത് അവർക്കൊരു പുത്തരിയായ കാര്യമല്ല. ഇത് പിന്നെ ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ വലിയ നിർദ്ദേശം കിട്ടിക്കാണും. മുരളീധരൻ തോക്കണം, മുരളീധരനെ തോൽപ്പിക്കണം. ഇപ്പോൾ 2026 വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മുരളീധരനെ കൊണ്ടുകൊടുക്കാൻ നീക്കമുണ്ടല്ലോ. മുരളീധരൻ അത് മണത്തു. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ വട്ടിയൂർക്കാവിലില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹം മത്സരിക്കുന്നത് ലീഗിൻ്റെ കോട്ടകളിൽ പോകും. അതാവുമ്പോൾ ലീഗ് കാലുവാരത്തില്ലല്ലോ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇപ്പം ലീഗിലാണ് എല്ലാവരുടെയും വിശ്വാസവും പ്രതീക്ഷയും. ഒരു ഭാഗത്ത് സന്ദീപ് വാര്യർ നിൽക്കുന്നു, മുരളീധരൻ. കാര്യം എന്നറിയാമോ, ലീഗിന് കൃത്യമായിട്ട് അവർ ജയിപ്പിച്ച് കൈ കൊടുക്കും. കാരണം ഒരു സീറ്റ് ആയാൽ പോലും അതിനകത്തൊന്നും പാര വെച്ച് തകർക്കാൻ നിൽക്കത്തില്ല. കാരണം ഭരണം പിടിക്കണം. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ഇപ്പം നിലമ്പൂരിൽ ആരെ അധ്വാനിച്ചത്? ലീഗാണ്. അല്ലാതെ ആര്യാടൻ ഷൗക്കത്തിനോട് ലീഗിനുള്ള ഒരു പ്രേമമൊന്നുമല്ല. ലീഗിന് ഇവിടെ നിലമ്പൂരിലെ ഫലം എന്ന് പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് പിന്നെ ആ ഒരു ട്രെൻഡ്, ആ ഒരു തരംഗം ഇനി 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നതിന് കാണിക്കുന്നതിന് വേണ്ടിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ 10-40 ദിവസം കിടന്ന് പ്രവർത്തനമല്ലായിരുന്നു. കുഞ്ഞാലിക്കുട്ടി വീടുകൾ കയറി ഇറങ്ങി. ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം അങ്ങനെ അത്രയൊന്നും പ്രവർത്തിച്ചിട്ടുള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പിന്നെ മണ്ഡലത്തിൽ പോലും അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹം സേഫാണ്. ഒരിക്കൽ KT ജലീലിനോട് പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളൂ കുറ്റിപ്പുറത്ത്. അത് ഐസ്ക്രീം പാർലർ കേസിന് ശേഷം. അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിൽ പോയിരുന്നാലും മതി. അപ്പോൾ ഈ മുരളീധരൻ അറിയാം കൃത്യമായിട്ട് ഈ ലീഗിൻ്റെ ഇടങ്ങളിലോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ അത് സേഫാണ്. കാരണം അവർക്ക് ഭരണം എന്തായാലും വേണം. 26 അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൃത്യമായി സംഭവിക്കും എന്നുള്ളതാണ്. പ്രതാപൻ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ മത്സരിച്ച് ജയിച്ചു വന്നു കഴിഞ്ഞാൽ മന്ത്രി വരെയാകും എന്നുള്ള കണക്കുകൂട്ടലിലാണ് നിൽക്കുന്നത്. പ്രതീക്ഷയുള്ള ഒരാളും കൂടിയാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴാണോ പരാതിപ്പെടുന്നത്? അന്നേ അത് ചെയ്യാമായിരുന്നല്ലോ, അല്ലേ? അന്നത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാമത് ഇതിനകത്ത് ഒരു കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ഒരാൾ തോറ്റു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമൊക്കെ വേണ്ടേ? ഇപ്പൊ CPM ആണ് കണ്ടുപിടിക്കേ. CPM കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല അതിനകത്ത്. ഇപ്പൊ അമ്പലപ്പുഴയിൽ CPM സ്ഥാനാർത്ഥി ജയിച്ചു സലാം. അല്ല, ഒരു അന്വേഷണവും വിമർശനവും ഉണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റാ മാറ്റിയത്. DCC പ്രസിഡന്റിനെ മാറ്റിയിട്ട് പുതിയ പ്രസിഡന്റിനെ നിയോഗിക്കുന്നത്. അല്ലേ, ഇതിപ്പോ ഞാൻ പറഞ്ഞു അതവിടെ മുരളീധരന്റെ കാര്യത്തിൽ ഇതുപോലെ മറ്റു പലയിടങ്ങളിലും വോട്ട് കുറഞ്ഞിട്ട് പോലും. അതാണ് ഞാൻ പറഞ്ഞത്. അമ്പലപ്പുഴയില് CPM സ്ഥാനാർത്ഥി വിജയിച്ചു എന്നിട്ട് പോലും എന്ത് ചെയ്തു? അന്വേഷണം വെച്ചു, വോട്ട് കുറഞ്ഞതിന്റെ പേരിൽ. ഇവിടെ ഞാൻ ചോദിച്ചിട്ട് ഇവിടെ പിന്നെ മറ്റു ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഇതുപോലെ വോട്ട് കുറഞ്ഞതിന്റെ പേരിൽ കോൺഗ്രസ്സുകാര് അവിടങ്ങളിൽ അന്വേഷണം നടത്താറുണ്ടോ? നടത്തത്തില്ല. ജയിച്ചെങ്കിൽ ജയിച്ചു. അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. അവർക്ക് കൃത്യമായി അറിയാം ഇവിടെ നടന്നു എന്നുള്ളത്. അവർക്ക് അന്വേഷണവുമില്ല, നടപടിയും വലുതായിട്ടില്ല. ഇതൊക്കെ ഇപ്പൊ അവിടെ പിന്നെ തൃശ്ശൂരിൽ ചെറിയ നടപടി മാത്രം നടന്നു. പക്ഷെ TN പ്രതാപന് എന്തായാലും ചില നീക്കങ്ങളൊക്കെ ഇങ്ങനെ നടത്തി നോക്കുകയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്.